सखियां ने सजना है मैं भी सवरना है अज दिन चढ़े यार तेरे नाम दा वे अज सजया है वे सारा शहर अज हो गई आवे रब दी महर हाय सजया है वे सारा शहर अज हो गई आवे रब दी. വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. നോമ്പൊക്കെ എങ്ങനെ പോണ്? എല്ലാവരും ഹാപ്പി അല്ലേ? റാസല്ലേ? അൽഹംദുലില്ലാ. അപ്പോൾ ഇന്നലത്തെ നോമ്പ് 4ാമത്തെ ദിവസത്തെ ചെറിയ കുറച്ച് വീഡിയോസ് കേട്ടോ. ഇക്കില്ലാത്ത നോമ്പ് തുറയാണ് ഇന്നലത്തെ നോമ്പ് തുറ. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോസ് കേട്ടോ. അപ്പോൾ കണ്ടോക്കി ഇഷ്ടപ്പെട്ടല്ലേക്ക് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടുക. ഹേയ് ഗേസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഓഫീസിൽ ഇരുന്നാണ്ട് തണുത്ത് എന്തെങ്കിലും കഴിക്കാൻ ഭയങ്കര പൂതിട്ടോ നോമ്പ് തുറക്കുമ്പോൾ. അപ്പോൾ എന്താ ഉണ്ടാക്കാമെന്ന് ആലോചിച്ചപ്പോൾ കുറച്ച് ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാൻ തരുതി. തട്ടിക്കൂട്ടിയാണ് കുറച്ച് അല്ലറ ചില്ലറ ഫ്രൂട്ട്സൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കാൻ തരുതി. കുറച്ച് സാധനങ്ങൾ വാങ്ങി പോന്നിട്ടോ. ഭയങ്കര ചൂടല്ലേ, അപ്പോൾ കുഴങ്ങിയിട്ട് നല്ല കുഴക്കുന്നുണ്ട്. അപ്പോൾ നല്ല തണുത്ത കഴിക്കാനൊക്കെ പൂതി. അപ്പോൾ ഇതാ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങി, പാലും വാങ്ങി, ഫ്രൂട്ട്സൊക്കെ വാങ്ങി, കസ്റ്റാർഡ് കലക്കി വെച്ചിരിക്കുന്നത് നമ്മളെ എന്താ കസ്കസ്, അതേപോലെ സിയ സീഡ്സ്, പിന്നെ അതേമാതിരി ഇതാ സെബിയ ഫ്രൂട്ട്സ് കട്ട് ചെയ്യുന്നുണ്ട്. ഫ്രൂട്ട്സ് എൻ്റെ ബലമായ ഡൗട്ട് ഈ കഴിക്കണുണ്ടോയെന്നൊരു ഡൗട്ട് ഉണ്ട്. അതാണ് ഞാൻ ഇവിടെ വന്ന് വാച്ച് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ നോമ്പല്ലാന്നുണ്ടെങ്കിൽ എപ്പോൾ തീർന്നീനോന്ന് ചോദിച്ചാൽ മതി ഗേസ്. ഫ്രൂട്ട്സ് ആയാൽ മതി. ഓക്ക് വെറും ഫ്രൂട്ട്സിൻ്റെ ആളാണ്. അങ്ങനെ ഞാൻ എനിക്ക് നോമ്പില്ലാതെ ഉറുമാമ്പഴൊന്നും ഇങ്ങനെ നിൽക്കില്ല. നോമ്പുള്ളതുകൊണ്ടാണ്. കുറച്ച് എല്ലാം ഞാൻ ഓരോന്ന് 2 വാങ്ങി പോന്നിട്ടുള്ളൂ കേട്ടോ. ഇനി മുന്തിരി വരെയുണ്ടേ. ഇനി മുന്തിരി ഉണ്ട്. ആ പത്തക്കൊക്കെ എടുത്തോ, മാങ്ങ എടുത്തോ. കൈ നിറയൊക്കെ മുറിക്കണ്ട അങ്ങനെ തന്നെ. കൈ മുറിക്കണ്ട സാധനം. അപ്പോൾ ഓളോട് ഫ്രൂട്ട്സ് കട്ട് ചെയ്താൽ പറഞ്ഞിട്ട് ഞാൻ എന്താ കസ്റ്റാർഡ് ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കണേ. അപ്പോൾ പിന്നെ ബാക്കി കുറച്ച് എന്താ ഉണ്ടാക്കണം? പഴംപൊരി ഉണ്ടാക്കണം. പഴംപൊരി വേണം. വേണ്ടല്ലേ? ഇനി അപ്പോൾ ഒന്ന് പൊരി ഒന്നും വേണ്ട പറഞ്ഞപ്പോൾ പത്തക്കേ ഉള്ളൂ. ബാക്കിയൊക്കെ ഇതിടാം. പിന്നെ ജ്യൂസ് മതി, മുന്തിരി ജ്യൂസ് അത് മതിയെന്ന് കരുതിയിരുന്നു കേട്ടോ. അപ്പം ഇന്നത്തെ പരിപാടി ഇതാണ് ഗേസ്. ഒരാൾ പഴം അരിയുന്ന അവസ്ഥ നോക്കി സ്കെയിലൊക്കെ വെച്ച് അളന്നിട്ടൊക്കെയാണ് പഴം അരിയുന്നത്. എന്താണ് നിങ്ങളെ എക്സ്പേർട്ട് ഒന്നും ആയിട്ടില്ലേ? കണ്ടോ ഗേസ്, ഞാൻ ഇതിക്ക് കുറച്ച് വല്ലാതെ ചൂടാറിയിട്ടില്ല കേട്ടോ. ഞാനേക്ക് പഴം ഇട്ടു. ചൂടാറാൻ നിന്നാൽ നേരം ഉണ്ടാവില്ല എഴുതിയുണ്ട്. കുറച്ച് നീന്ത്രപ്പഴം ഇട്ടു. അതിലേക്ക് ഇതാ നമ്മൾ അരിഞ്ഞ് വെച്ച ഫ്രൂട്ട്സാൾ മൊത്തം ഇതിലേക്ക് ഇട്ട് ഗേസ്. ഫ്രൂട്ട്സ് വേവോ ചൂടുണ്ട് ചെറുങ്ങനെ. അപ്പോൾ ഞാനിത് വേഗം ഒന്ന് മിക്സാക്കിയതിന് ശേഷം മാറ്റി വെക്കാമെന്ന് കരുതിയാണ്. കുറേശ്ശെ ഒരു പാത്രത്തൊക്കെ ആക്കിയാണ്ട് ഫ്രിഡ്ജിൽ വെച്ചാലേ ഇപ്പോൾ തണുക്കുള്ളൂ. തണുപ്പ് എന്നാൽ പൂതി വെച്ചാണ്ട് പിന്നെ തണുപ്പുണ്ടാവില്ല തോന്നുന്നുണ്ട്. ഓക്കെ, ഇതിലേക്ക് കുറച്ച് കസ്കസ് ഇടുന്നുണ്ട്. കുറച്ച് ജ്യൂസൊക്കെ ഉള്ളതാണ്. അപ്പോൾ കുറച്ച് കസ്കസ്, അതേപോലെ തന്നെ നമ്മൾ സിയ സീഡ് ഇല്ലേ അതും ഇടുന്നുണ്ട് കേട്ടോ. അതിലേക്ക് അതൊന്നും കൂടി നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്ത് സെറ്റാക്കുക. ഞാനത് കുറച്ച് ട്രാക്കും പാത്രത്തിലൊക്കെ മാറ്റി കുറച്ച് ഫ്രീസറിൽ വെക്കട്ടെ, കുറച്ച് ട്രേയിൽ വെക്കട്ടെ. എന്നാലേ ഇപ്പോൾ ഇത് തണുക്കുള്ളൂ. എന്താ ചൂടില്ലേ. അപ്പം ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ് ഗെയ്സ്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ഗെയ്സ് ഇന്ന്. അപ്പം ഞാനത് കുറച്ചെടുത്തുകൊണ്ട് ഒരു ട്രേക്ക് മാറ്റുക കേട്ടോ. ചൂടാറാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ വേറെ ഒന്നിനുമല്ല. പെട്ടെന്ന് ചൂടാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഇപ്പോൾ ഇത് നോമ്പ് തുറക്കുമ്പോഴേക്കും ഇതാവില്ല. കാരണം നേരെ 5 മണിയായി.
അപ്പോൾ അത് കുറച്ച് കുറച്ച് മാറ്റി വെക്കട്ടെ. പാത്രത്തിൽ കുറച്ചെടുത്താണ്ട് ഫ്രീസറിലും വെക്കട്ടെ. 5 മണിയൊക്കെ കഴിഞ്ഞ് 5:30 ആവാൻ. ഇത് ഞാൻ കുറച്ച് ഡ്യൂട്ടി ഫ്രൂട്ടിയും കൂടി ഇടുന്നുണ്ട്. സുലുമോക്ക് ഇഷ്ടമല്ല കേട്ടോ, എന്നാലും തന്നെ ഇടണം പോകണം. അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിൽ വേറെ സെറ്റാക്കാൻ പോവാം, കുറച്ച് വേറെ സെറ്റാക്കാനും പോവാം. നമ്മളെ കലാപരിപാടികൾ ഗെയ്സ് ഇതാണ്. ബത്തക്കവെള്ളം ഉണ്ടാക്കുകയാണ് സുലമോൻ. എടി ഒരു ഇതെന്തെങ്കിലും കായിലോ തവി എന്തെങ്കിലും വെച്ചാണ്ട് ഒന്ന് അമർത്തി കൊടുത്തു നോക്കാം. അങ്ങനെ ആകുമ്പോൾ ഒടിയില്ല, കത്തി കൊണ്ടാക്കുമ്പോൾ. അതിലേക്ക് വലിയ കൈ എന്നിട്ട് ഈ കൈസും കട്ട മാത്രം ഇട്ടാൽ മതി കേട്ടോ, നന്നായിട്ട് വെള്ളമാക്കണ്ട. അപ്പോൾ ഗെയ്സ് കണ്ടല്ലോ. അപ്പോൾ ഗെയ്സ് ഫ്രൂട്ട് സലാഡ് ഇതാകണം, തണുത്തിക്കണ്, അടിപൊളിയായിക്കണ്. അപ്പം ഇന്ന് ഇത്ര തന്നെ ഉള്ളൂ നമ്മളെ സ്പെഷ്യൽ. ഇനി ബാക്കി അത്താഴത്തിൻ്റെ വീഡിയോസും കാര്യങ്ങളും കാണിച്ചു തരാം. അത്താഴത്തിന് എന്താണെന്ന് അറിയില്ല, അപ്പോൾ ബാക്കിയുള്ളത് അപ്പോൾ കാണിക്കാം കേട്ടോ. ഓക്കെ, ഇന്ന് ബാക്കിയുള്ളത് ഇതാണ്. പത്തിരിക്കും മീൻകറി ഇടുക. നല്ല ഫേദറിൻ്റെ മീൻ മുളക് ഇട്ടതും പത്തിരിയാണ്. പിന്നെ തന്നെ അത്താഴത്തിനും കേട്ടോ, അത്താഴത്തിന് മീൻകറിയാണെന്ന്. അപ്പോൾ ഇതാണ് അത്താഴത്തിൻ്റെ പരിപാടി. മീൻകറി, ചമ്മന്തി, മീൻ പൊരിച്ച് അത്താഴത്തിൻ്റെ ഇതാട്ടോ ഗെയ്സ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ. അപ്പോൾ ഗെയ്സ് ഞങ്ങളിതാ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് നേരെ ഉമ്മാരുടെ അടുത്തേക്ക് പോവാണ് കേട്ടോ. രാത്രി ഉമ്മാരുടെ അടുത്തേക്ക് പോവാണ്, കുറച്ച് കാര്യങ്ങളുണ്ടായിന്. അപ്പം ഉമ്മാനെ കാണേണ്ട ആവശ്യം ഉണ്ടായിന്. അപ്പം അങ്ങനെ ഉമ്മാരുടെ അടുത്ത് പോകാൻ കരുതിയാണ്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഞാൻ നോക്കിയാൽ മാത്രമേ ഉള്ളൂ, മക്കളൊന്നുമില്ല. ഞാൻ നോക്കിയും ബൈക്കുമ്പോൾ പോയി പോരാന്ന് കരുതിയാണ്ട് പെട്ടെന്ന് പോകാൻ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതാണ്. വീട്ടിൽ പോയി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇക്കൻ്റെ ജ്യേഷ്ഠൻ്റെ മോള് കണ്ടൊരു നിംസിൽ പ്രസവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ മോളും കൂടി കണ്ടാണ്ട് പോകാമെന്ന് കരുതി വന്നതാട്ടോ. ഇതാണ് ഞങ്ങളെ പുതിയ മെമ്പർ കേട്ടോ, മാഷാ അല്ലാ. അപ്പം അങ്ങനെ ഇതാ ഞങ്ങൾ കുട്ടീനെ കണ്ട് റൂമൊക്കെ പോവാട്ടോ. റൂമിലാണത് നമ്മളെ ഹിബക്കുട്ടി ഉണ്ട്, ഹിബക്കുട്ടിനെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ഇതാ ഹിബക്കുട്ടിയാണ് നമ്മൾ കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ തിരിച്ച് വമ്പാട്ടേക്ക് പോകുന്ന നേരത്താണ് കേട്ടോ. ഇതൊന്നും നമ്മളെ കല്യാണത്തിൻ്റെ ആൾക്കാരൊന്നും അല്ല കേട്ടോ മക്കളെ. ഇതെന്താ സംഭവം എന്ന് പറയുന്നത് നിങ്ങൾക്ക്, നമ്മളെ കുലുക്കി സർവത്തും പിന്നെ എന്താ പറയുക എല്ലാ സോഡയും പുക സോഡയും ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ മമ്പാടെത്തിയപ്പോഴാണ് ഞങ്ങൾ ഇച്ചിരി പയ്യനെ കണ്ട്. ഞങ്ങളവിടെ തിരക്കൊന്നുമില്ല, വലിയ തിരക്കൊന്നുമില്ല. എന്നാൽ ഞങ്ങൾക്കും ഒരു സോഡ കുടിക്കാമെന്ന് കരുതിയാണ്ട് ഞങ്ങൾ ചെറിയ സോഡ കുടിച്ച്. ഇക്ക കാന്താരി സോഡ കുടിച്ചാണ്ട് പുകഞ്ഞ് നിന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എരിവുള്ളത് വേണ്ടാന്ന് പറഞ്ഞാണ്ട് ഞാൻ എന്ത് കിട്ടി, ഞാൻ എനിക്ക് മധുരമുള്ളത് ഉണ്ടാക്കി. മധുരം ഞാൻ പറഞ്ഞത് എനിക്ക് എന്താ പറയുക, അപ്പം ഞാൻ പറഞ്ഞത് ആ മക്കളെ ഫ്രഷൻ ഫ്രൂട്ടിൻ്റെ സോഡ ഉണ്ട്. അപ്പോൾ അതെല്ലാം കുടിച്ച് നേരെ 10:30 11 മണി ആവാനായി. നേരെ ഞങ്ങൾ വീട്ടിൽ വിട്ടു. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.